നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC നടത്തിയ +2 പ്രിലിംസ് രണ്ടാം ഘട്ട പരീക്ഷയുടെ പ്രൊവിഷണൽ ആൻസർ കീ ഇന്ന് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആൻസേഴ്സ് പരിശോധിക്കാം. അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ ഫാമിലി. പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. വീഡിയോസ് ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, അതുകൂടി ഒന്ന് കയറി ഫോളോ ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ടെലഗ്രാം ചാനൽ വഴിയാണ് ഞാൻ എല്ലാ അപ്ഡേറ്റുകളും കൊടുക്കുന്നത്. ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ആയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? പോർച്ചുഗലാണ്. പോർച്ചുഗീസുകാരാണ് ആദ്യമായി ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ള ജില്ല ഏത്? ഇടുക്കി. ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങൾ ഉള്ളത്. ആദ്യമായി മലയാളം നിഘണ്ടു സമാഹരിച്ച് തയ്യാറാക്കിയത് ആര്? ഹെർമൻ ഗുണ്ടർട്ടാണ്. ഹെർമൻ ഗുണ്ടർട്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമര കാലത്ത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഗവർണർ ജനറൽ ആരായിരുന്നു? കാനിങ് പ്രഭുവായിരുന്നു. ഏറ്റവും കൂടുതൽ സജീവ അഗ്നിപർവ്വതങ്ങൾ ഉള്ളത് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രത്തിലാണ്. പെട്രോഗ്രാഡിലെ തൊഴിലാളികൾ വിന്റർ പാലസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പട്ടാളക്കാർ വെടിയുതിർക്കുകയും 100-ലധികം കർഷകരും തൊഴിലാളികളും കൊല്ലപ്പെടുകയും ചെയ്ത സംഭവത്തിന്റെ പേര് എന്ത്? ബ്ലഡി സൺഡേ. ട്രോപ്പോസ്ഫിയറിനെയും സ്ട്രാറ്റോസ്ഫിയറിനെയും വേർതിരിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ്? ട്രോപ്പോപാസ്. താഴെ പറയുന്ന തുറമുഖങ്ങളിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്? പാരാദ്വീപാണ്. താഴെ പറയുന്നവയിൽ ആഗോള താപനത്തിന് കാരണമാകുന്ന മുഖ്യവാതകം ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ആചാര്യൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ അംഗസംഖ്യ അധ്യക്ഷനും 2 അംഗങ്ങളും. ഗവൺമെന്റിന്റെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നത് ആരിലൂടെയാണ്? ഉദ്യോഗസ്ഥ വൃന്ദം. ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത്? ഇ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഭരണരംഗത്തെ ഉപയോഗം. അപ്പൊ നമ്മൾ ഈ രണ്ടാം ഘട്ട പ്രിലിംസിന്റെ റിലേറ്റഡ് ഫാക്ട്സ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നാമത്തെ ഭാഗം ഇട്ടിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ +2 പ്രിലിംസ് റിലേറ്റഡ് ഫാക്ട്സ് എന്ന് പറയുന്ന പ്ലേലിസ്റ്റ് പോയി ചെക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് ഒന്നാം ഘട്ട പരീക്ഷയുടെ 100 ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ കാണാൻ പറ്റും. കൂടാതെ രണ്ടാം ഘട്ട പരീക്ഷയുടെ ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വീഡിയോ ഞാൻ അത് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പരമാവധി പ്രയോജനപ്പെടുത്താം. നമ്മുടെ ഒന്നാം ഘട്ട പരീക്ഷയുടെ റിലേറ്റഡ് ഫാക്ട്സ് കണ്ടുപിട്ട് പോയ എല്ലാവർക്കും രണ്ടാം ഘട്ടത്തിൽ നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റി എന്ന് കമന്റ്സിലൂടെ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും. അടുത്ത ചോദ്യം, വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് എത്ര മണിക്കൂർ മുൻപ് പ്രചരണ പരിപാടികൾ അവസാനിപ്പിക്കണം? 24 മണിക്കൂർ. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ നൽകുന്നതിൽ കാലതാമസമുണ്ടായാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ഓരോ ദിവസത്തിനും ഒടുക്കേണ്ട പിഴ എത്രയാണ്? 250 രൂപ. ഇന്ത്യൻ ഭരണഘടനയിലെ സമത്വം എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും സ്വീകരിച്ചതാണ്? ഫ്രാൻസ്. ഇന്ത്യൻ ഭരണഘടനയിൽ നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിന്റെ ലക്ഷ്യം? ക്ഷേമരാഷ്ട്രം. ഒരു ബില്ല് ധനകാര്യ ബില്ലാണോ എന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ആരാണ്? സ്പീക്കറാണ്. പാർലമെന്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടന അനുസരിച്ചുള്ളതാണോ എന്ന് പരിശോധിക്കാനുള്ള സംവിധാനമാണ് ജുഡീഷ്യൽ റിവ്യൂ. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിയമം നിർമ്മിച്ചാൽ കേന്ദ്ര നിയമം മാത്രം സാധുതയുള്ളതാകും. താഴെ പറയുന്നവയിൽ പ്രത്യക്ഷ നികുതിയിൽ ഉൾപ്പെടുന്നത് ഏത്? വരുമാന നികുതി. ഗവൺമെന്റിന്റെ വാർഷിക ധനകാര്യ പ്രസ്താവന എന്നറിയപ്പെടുന്നത് ബഡ്ജറ്റ്.
ഇന്ത്യയുടെ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മൂലധന ചെലവിൽ ഉൾപ്പെടാത്തത് ഏത്? മൂലധന ചെലവിൽ ഉൾപ്പെടാത്തത് സബ്സിഡികളാണ്. PSC കൊടുത്ത ഉത്തരം സബ്സിഡികൾ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? സ്റ്റേപ്പീസ്. വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗം സ്കർവിയാണ്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിക്കുന്ന സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? റേച്ചൽ കേഴ്സൺ. ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? തിരുവനന്തപുരം. ഇൻസിറ്റു കൺസർവേഷൻ രീതിയിൽ ഉൾപ്പെടാത്തത് ഏത്? സുവോളജിക്കൽ ഗാർഡൻ. വാഹനങ്ങളിലും യന്ത്രങ്ങളിലുമുള്ള ബ്രേക്കുകൾ പ്രവർത്തിക്കുന്നത് എന്തുമൂലമാണ്? നിരങ്ങൽ ഘർഷണം. സംഗീതത്തിലെ സപ്തസ്വരങ്ങളായ സ, രി, ഗ, മ, പ, ധ, നി എന്നിവയിൽ ആവൃത്തി ഏറ്റവും കൂടിയ സ്വരം ഏതാണ്? നീ ആണ്. വജ്രത്തിന്റെ പ്രാധാന്യം അതിന്റെ തിളക്കത്തിലാണ്. ഈ തിളക്കത്തിന്റെ കാരണം എന്ത്? പൂർണാന്തര പ്രതിപതനം. ക്ഷതം, മുറിവ്, അൾസർ, തൊലിപ്പുറത്തുള്ള അസുഖങ്ങൾ എന്നിവയ്ക്ക് ജീവകോശങ്ങളിൽ ഉപയോഗിക്കുന്ന രാസവസ്തു ആന്റിസെപ്റ്റിക്. കടൽ ജലത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യം. താഴെ പറയുന്നവയിൽ വെബ് ബ്രൗസർ അല്ലാത്തത് ഏത്? ഡ്രീം വീവർ. കൂട്ടത്തിൽ ഒറ്റപ്പെട്ടത് ഏത്? പ്ലോട്ടർ ആണ്. ബാക്കിയെല്ലാം ഇൻപുട്ട് ഡിവൈസ്, പ്ലോട്ടർ ഔട്ട്പുട്ട് ഡിവൈസ്. പാസ്വേഡ് വിവരങ്ങൾ, ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ തുടങ്ങിയവ അതീവ സുരക്ഷാ വ്യക്തിഗത വിവരങ്ങൾ വ്യാജ മാർഗങ്ങളിലൂടെ വ്യക്തികളെ തെറ്റിദ്ധരിപ്പിച്ച് ചോർത്തിയെടുക്കുന്ന ഒരുതരം തട്ടിപ്പിന് പറയുന്ന പേരാണ് ഫിഷിംഗ്. ഒരു മുറിക്കുള്ളിലെ കമ്പ്യൂട്ടറുകളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, LAN. കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സഞ്ജയ എന്ന വെബ് ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാകുന്ന ഓൺലൈൻ സേവനമാണ് കെട്ടിട നികുതി അടയ്ക്കൽ. താഴെ കൊടുത്തിരിക്കുന്ന രണ്ട് പട്ടികകളിലെ വിവരങ്ങളെ ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. കോവാക്സ് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്, സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. കോർബേവാക്സ് ബയോളജിക്കൽ ലിമിറ്റഡ്. കോവാക്സിൻ ഭാരത് ബയോടെക്. ജംകോവാക് 19 ജനോവ ബയോ ഫാർമസ്യൂട്ടിക്കൽസ്. താഴെ പറയുന്നവയിൽ ലിസ ചാലനുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മാത്രം. കേരളത്തിന്റെ 26ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നേടിയത് ആരാണ്? ലിസ ചാലനാണ്. കേരളത്തിൽ ആദ്യമായി COVID-19 വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ച ജില്ല ഏത്? എറണാകുളം. 29ാമത് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ച മലയാളി ആരാണ്? പി. വത്സല. താഴെ പറയുന്നവയിൽ കാനായി കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ സി ആണ്. KCS പണിക്കർ, ധനപാലൻ എന്നിവരുടെ ശിഷ്യൻ. രാജാ രവിവർമ്മ അവാർഡ്, തിക്കുറിശ്ശി അവാർഡ് എന്നിവ നേടി. ചെന്നൈയിലെ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജ്, ലണ്ടനിലെ സ്ലേറ്റ് സ്കൂൾ ഓഫ് ഫൈൻ ആർട്സ് എന്നിവിടങ്ങളിൽ പഠനവും പരിശീലനവും. താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധമില്ലാത്തവ ഏവ? ഉത്തരം ഓപ്ഷൻ സി ആണ്, അഞ്ചടി. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ഉത്തരം ഓപ്ഷൻ എ ആണ്. ഡേവിസ് കപ്പ് ടെന്നീസ്, പ്രുഡൻഷ്യൽ വേൾഡ് കപ്പ് ക്രിക്കറ്റ്, സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ഹോക്കി, വാക്കർ കപ്പ് ഗോൾഫ്. ഇവയിൽ M. അച്യുതന്റെ കൃതികൾ ഏവ? ഉത്തരം ഓപ്ഷൻ ഡി, 1ഉം 2ഉം. ചെറുകഥ, ഇന്നലെ ഇന്ന്, പാശ്ചാത്യ സാഹിത്യ ദർശനം. താഴെ പറയുന്നവയിൽ കൃഷ്ണൻകുട്ടി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആര്? ഓപ്ഷൻ സി, TV ചന്ദ്രൻ.
2, 4, 8, 10, 20. അടുത്ത സംഖ്യ 22. മാത്സിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പാർട്ട് 1 റിലേറ്റഡ് ഫാക്ട്സിന്റെ വീഡിയോ പോയി കാണുക. റാണി 180 രൂപയ്ക്ക് ഒരു പുസ്തകം വാങ്ങി 197 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയെങ്കിൽ ലാഭശതമാനം 10%. -1 raised to 121 into root of 576 is equal to -24. ഈ ഒരു ക്രിയ ചെയ്താൽ കിട്ടുന്ന സംഖ്യ 106. ഒരു കോഡ് ഭാഷയിൽ ചൈൽഡ് എന്ന വാക്കിന് 36 എന്ന് എഴുതിയാൽ മദർ എന്ന വാക്കിനെ എങ്ങനെ എഴുതാം? 79. അലീന ഒരിടത്ത് നിന്നും തെക്കോട്ട് 35 മീറ്റർ സഞ്ചരിച്ചതിന് ശേഷം വടക്കോട്ട് 40 മീറ്റർ സഞ്ചരിക്കുന്നു. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 25 മീറ്റർ സഞ്ചരിക്കുന്നു. വീണ്ടും തെക്കോട്ട് തിരിഞ്ഞ് 5 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്തു നിന്നും എത്ര അകലത്തിലാണ് അലീന ഇപ്പോൾ നിൽക്കുന്നത്? 25 മീറ്റർ. ഒരു മാസത്തിലെ 3-ാമത്തെ ദിവസം ഞായറാഴ്ചയ്ക്ക് 2 ദിവസം മുൻപായിരുന്നെങ്കിൽ ആ മാസത്തെ 26-ാം ദിവസം ഏത് ദിവസമായിരിക്കും? ഞായർ. 7:348. ഡബിൾ 8:2. എത്രയാ ഉത്തരം? 517. ഒരു ക്ലോക്കിലെ സമയം 4:40 മണിയാണ്. ഒരു കണ്ണാടിയിൽ അതിന്റെ പ്രതിബിംബം കാണിക്കുന്ന സമയം എത്ര? 7:20. ഒരു സംഖ്യയോട് 3 കൂട്ടിയതിന്റെ വർഗം 64 ആയാൽ സംഖ്യയായി വരുവാൻ സാധ്യതയുള്ളത്? ഉത്തരം ഓപ്ഷൻ എ 5. സുനിലും അനിലും ചേർന്ന് ഒരു ജോലി 6 മണിക്കൂർ കൊണ്ട് തീർക്കും. സുനിൽ തനിച്ച് ആ ജോലി 10 മണിക്കൂർ കൊണ്ട് തീർക്കുമെങ്കിൽ അനിലിന് തനിച്ച് ജോലി തീർക്കാൻ എത്ര സമയം വേണം? 15 മണിക്കൂർ. 180 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടിക്ക് 220 മീറ്റർ നീളമുള്ള മറ്റൊരു തീവണ്ടിയെ കടന്നു പോകുന്നതിന് സഞ്ചരിക്കേണ്ട ദൂരം എത്രയാണ്? 400 മീറ്റർ. 5 മീറ്റർ നീളവും 4 മീറ്റർ വീതിയും 2 മീറ്റർ ഉയരവുമുള്ള ഒരു ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഉത്തരം ഓപ്ഷൻ എ 40,000 ലിറ്റർ. മനു ബിസിനസ് ആവശ്യത്തിനായി 40,000 രൂപ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു. ബാങ്ക് 8% പലിശ നിരക്കാണ് കണക്കാക്കുന്നത്. എങ്കിൽ 6 മാസം കഴിയുമ്പോൾ കടം വീട്ടാൻ എത്ര രൂപ തിരിച്ചടയ്ക്കണം? ഉത്തരം ഓപ്ഷൻ സി 41,600. 5/9 into 5/9 minus 4/9 into 4/9 divided by 5/9 minus 4/9 1. 3 സഹോദരന്മാരുടെ വയസ്സുകൾ 3:5:7 എന്ന അംശബന്ധത്തിലാണ്. അവരുടെ ആകെ പ്രായം 90 ആണെങ്കിൽ ഇളയ സഹോദരന്റെ പ്രായം എത്ര? 18. ഒരു സമാന്തര ശ്രേണിയുടെ 3-ാം പദം 34, 6-ാം പദം 67 ആയാൽ ആദ്യ പദം? ഉത്തരം ഓപ്ഷൻ ബി 12. 3 + 7 × 6 minus 4 × 4 + 6 is equal to 20. ഒരു ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് വിജയിച്ച കുട്ടികളിൽ അരുണിന്റെ റാങ്ക് മുകളിൽ നിന്നും 15-ാമതും താഴെ നിന്ന് 30-ാമതുമാണ്. 7 കുട്ടികൾ പരീക്ഷ എഴുതാതിരിക്കുകയും ചെയ്തു എങ്കിൽ ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ സി 51. യു വിയുടെ സഹോദരനാണ്. ഡബ്ല്യു യുവിന്റെ സഹോദരിയാണ്. എക്സ് ഡബ്ല്യുവിന്റെ പുത്രനാണ്. എക്സിന് വിയോടുള്ള ബന്ധം എന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി അനന്തരവൻ. ഗോൾഡ് ആസ് വെൽ as iron dash found in Mexico. Use the correct form of the verb given in brackets to fill the blank from the options below. ഉത്തരം ഓപ്ഷൻ ബി is. Each of the players dash the same chances to win. Use the correct form of the verb in the bracket. അതായത് ഹാവിന്റെ കറക്റ്റ് ഫോം എഴുതാനാണ്. To fill up the blank, choose from the options below. ഉത്തരം ഓപ്ഷൻ എ has. Too much moisture in the air dash metal things to rust. Choose the best option to fill up the blanks. ഉത്തരം ഓപ്ഷൻ എ causes. The bus stop is near dash house. അപ്പോൾ വി എന്നുള്ളതിന്റെ കറക്റ്റ് പൊസസീവ് പ്രോനോൺ ഏതാണ് വരുന്നത്? അവർ ആണ്. Fill up with the correct reflexive pronoun. We don't need any help. We will do it dash. Ourselves ആണ്. ഓപ്ഷൻ സി. You are Spanish. Fill up the blanks with the correct question tag. ഉത്തരം ഓപ്ഷൻ സി. Aren't you? Let's have a coffee dash.
fill up the blanks with the correct question tag. Shall we? Use the correct preposition to fill up the blank. We will meet dash the airport. ഉത്തരം ഓപ്ഷൻ എ at. Change into indirect speech. He said, I have finished them. Indirect speech ലേക്ക് മാറ്റുമ്പോൾ he said that he had finished them. Report the following sentence. He said, will you have a seat? ഉത്തരം ഓപ്ഷൻ ബി he asked me to have a seat. Choose the correct option to mean the same as the idiom given below. Are you okay? You look a bit down in the mouth. Down in the mouth എന്ന ഇഡിയത്തിന്റെ മീനിങ് എന്താണ്? Unhappy. She traveled the world in pursuit of her dreams. Choose the correct option from the choices below, which would be a synonym to the underlined word. Quest ആണ്. The man stood with his arms akimbo, smiling before the large mirror. Choose the correct option to mean the underlined word. Option D, Y-shaped. The summer sun was at its zenith in a cloudless sky. Which of the options is not a synonym of the underlined word? Uttaram option D, hilltop. A dash of dolphin. Uttaram option D ആണ് pod. Which of the following word is misspelt? Misspelt ആയിട്ടുള്ളത് occasionally ആണ്. ഒരു എസ് മതി. What is the correct full form of ETC? Option C, ETCETERA, etc. The dash of his mother was unbearable. Choose the correct word to bring out the correct meaning of the sentence. Loss ആണ്. Option A. Don't get upset. I was only pulling your leg. Choose from the options to get the most appropriate meaning of the above sentence. Pulling your leg എന്നോട് ഉദ്ദേശിക്കുന്നത് I was just joking. She was a dash writer of novels and short stories. Choose the most suitable word to make the above statement meaningful. Option B, prolific. ലിവിംഗ് ഡെത്ത് എന്ന ശൈലിയുടെ മലയാള വിവർത്തനം എന്ത്? ഓപ്ഷൻ ബി ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും. നവോത്ഥാനം പിരിച്ചെഴുതിയാൽ ഓപ്ഷൻ എ നവ അധികം ഉത്ഥാനം. ദൃഢം വിപരീത പദം ഓപ്ഷൻ സി ശിഥിലം. ശരിയായ പദം എടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ എ കവയിത്രി. മാരി പര്യായ പദമായി വരുന്ന വാക്ക്. ഉത്തരം ഓപ്ഷൻ ഡി ജലം. കുളിക്കാതെ ഈറനൊടുക്കുക ഈ മലയാള ശൈലിയുടെ അർത്ഥം. ഓപ്ഷൻ ബി കുറ്റം ചെയ്യാതെ പഴിയേൽക്കുക. ഒറ്റപ്പദം എഴുതുക. വിജയത്തെ ഘോഷിക്കുന്ന യാത്ര. ഓപ്ഷൻ ഡി ജൈത്രയാത്ര. ഏകവചന രൂപം ഏത്? ഉത്തരം ഓപ്ഷൻ സി വൈദ്യർ. സ്ത്രീലിംഗ ശബ്ദം എഴുതുക. പ്രഭു. പ്രഭുവിന്റെ സ്ത്രീലിംഗം ഓപ്ഷൻ ഡി പ്രഭി. ശരിയായ ഉത്തരം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 2ഉം 4ഉം ആണ്. ഈ വിദ്യാർത്ഥിയുടെ വിജയം മറ്റുള്ളവർക്ക് മാതൃകയാണ്. ബന്ധുക്കളെ കാണുന്നതിനും കാര്യങ്ങൾ പറയുന്നതിനും സൗകര്യമുണ്ട്. ആദ്യത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനും തെറ്റിപ്പോയി. വേറെ ഗത്യന്തരമില്ലാതെ എന്ന് പറയില്ല. ഒന്നെങ്കിൽ ഗത്യന്തരമില്ലാതെ അല്ലെങ്കിൽ വേറെ ഗതിയില്ലാതെ. പുരോഹിതരും വിശ്വാസികളും നഗര പ്രദക്ഷിണം, അത് തെറ്റിപ്പോയി. അവിടെ പദശുദ്ധി വരണമായിരുന്നു. പ്രദക്ഷിണം തെറ്റാ. ഓക്കെ, പ്രദക്ഷിണം നടത്തി. അപ്പൊ 100 ചോദ്യങ്ങൾ. ഇനി ഈ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈല് വഴി അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ഒരു ആൻസർ ഒക്കെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ എപ്പോഴും പറയുന്നത് പോലെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിനെ പറ്റി എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. വീണ്ടും കാണാം. താങ്ക് യു.